ഇപ്പോ ടർബോ കണ്ട് ഇറങ്ങിയുള്ളൂ. ഈ ഒരു വീഡിയോ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് സിനിമ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീട്ടിൽ വന്നിട്ട് പറയാമെന്നായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ സിനിമ കണ്ടിട്ട് ഞാൻ ശരിക്കും കരഞ്ഞുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്നാ സിനിമ കണ്ടിട്ടുണ്ടായ എന്റെ ഈ ഒരു ഇമോഷൻ അതുപോലെ നിങ്ങളെ കാണിക്കാന്ന് കരുതി. അങ്ങനെ ഞാനൊരു 3-4 തവണ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ എന്ത് പറയണമെന്നറിയില്ല. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇത് എങ്ങനെയായി വരും എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. എനിക്ക് സിനിമയെക്കാളും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് മമ്മൂക്കയെ കുറിച്ചാണ്. നിങ്ങളും മനുഷ്യനാണ് മമ്മൂക്ക. അതാ ഇങ്ങനെ കൈയെടുത്ത് തൊഴുതു പോവാണ്. ശരിക്കും ഈ ഒരു പ്രായത്തിലും ആ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്ന കാണുമ്പോണ്ടല്ലോ. എന്നാ ജോസാടാ എനിക്ക് പൊന്നും ഈ മമ്മൂക്കയുടെ ആ സിനിമ നമ്മൾ ആ തിയേറ്ററിൽ ഇരുന്ന് ഞാനിത് കാണുമ്പോൾ എനിക്ക് എന്റെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ശരിക്കും. മമ്മൂക്ക എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സിനിമയ്ക്കല്ല മമ്മൂട്ടിയെ വേണ്ടുന്നത്, മമ്മൂട്ടിക്കാണ് സിനിമയെ വേണ്ടുന്നതെന്ന് മമ്മൂക്ക എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും അങ്ങനെയല്ല മമ്മൂക്ക. സിനിമയുടെ ഭാഗ്യം എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. ലോകത്ത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ. അപ്പോ സിനിമയുടെ ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളല്ലേ മമ്മൂക്ക. ആണ് സിനിമയുടെ ഭാഗ്യം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ലോകത്ത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ. ഊണിലും ഉറക്കത്തിലും തന്റെ ബ്ലഡിലും എല്ലാം ഫുൾ സിനിമയ്ക്ക് വേണ്ടി മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഈ ലോകത്ത് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അത് മമ്മൂട്ടി മാത്രമാണ്. അപ്പോ സിനിമയുടെ ഭാഗ്യം എന്ന് പറയുന്നത് മമ്മൂട്ടിയല്ലേ ശരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിലും ഈ മനുഷ്യനെ നമ്മളെല്ലാരും ഇങ്ങനെ വിസ്മയിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ഈ മനുഷ്യന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകള് തിയേറ്ററിൽ പോയി കാണാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഫ്യൂച്ചർ ജനറേഷൻ ആക്ടിങ് റെഫറൻസ് ആയിട്ട് ഈ ലോകത്ത് എടുത്തു പഠിക്കാൻ പോകുന്നത് ഈ മനുഷ്യനെ ആയിരിക്കും. അതിൽ ഒരു സംശയം വേണ്ട. അതിലൊക്കെ നമുക്ക് ശരിക്കും അഭിമാനിക്കാം. നമുക്ക് മലയാളികൾക്ക് ശരിക്കും അഭിമാനിക്കാം. എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല മമ്മൂക്ക. താങ്ക് യു സോ മച്ച്, ലവ് യു സോ മച്ച് മമ്മൂക്ക. ഞങ്ങൾക്ക് വേണ്ടിയാണ് മമ്മൂക്ക ഇത് ചെയ്യുന്നതെന്ന് അറിയാം. ശരിക്കും ലവ് യു സോ മച്ച് മമ്മൂക്ക. ഈ 72ാമത്തെ വയസ്സിലും അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോണ്ടല്ലോ, നമുക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോ ശരിക്കും അഭിമാനം തോന്നുന്നതാണ്. ഫാൻ മമ്മൂക്ക, ഫാൻ. മമ്മൂക്കയെ കൊണ്ട് വേറെ ആർക്കും നിങ്ങളെ പോലെ മറ്റാർക്കും പറ്റത്തില്ല മമ്മൂക്ക. ശരിക്കും ഇതുപോലത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ലവ് യു സോ മച്ച് മമ്മൂക്ക. സോറി കേട്ടോ, ഞാൻ കുറച്ചൊന്ന് ഇമോഷണൽ ആയി പോയി. സിനിമ കണ്ടിട്ടുണ്ടായ എന്റെ ഇമോഷനാണ്. സോറി. ഞാൻ ഇനി സിനിമയെ കുറിച്ച് പറയാം. എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു മരണമാസ പടമാണ്. ഇതുപോലൊരു ഐറ്റം പടത്തിന് വേണ്ടിയിട്ട് കുറെ നാളായിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു ശരിക്കും. അതിലെ ഫൈറ്റ്സ് ഒക്കെ പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്കും കിടിലം ഫൈറ്റ്സ് ആണ്. നിങ്ങൾ എന്തായാലും സിനിമ പോയി കാണണം. ഞാൻ ശരിക്കും ഈ ഷോ കണ്ടിട്ട് വീണ്ടും അടുത്ത ഷോ കാണാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഫുള്ളാണ്. മിക്കവാറും ഞാൻ പായും തലാണയൊക്കെ ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി നിൽക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പോലും അറിയില്ല ഞാൻ ഈ പടം എത്ര തവണ കാണും. എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ഞാൻ ഈ സിനിമയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ മമ്മൂക്കയെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. എന്തൊരു പവറാണ്, എന്തൊരു എനർജിയാണ് ശരിക്കും. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രായത്തിലൊക്കെ നമുക്കൊക്കെ എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. ഇതൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നത് ഒന്ന് മാത്രമാണ്. സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു പാഷനാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഈ ഒരു പ്രായത്തിലും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. മമ്മൂക്കയുടെ പെർഫോമൻസിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് കിടിലാണ് മമ്മൂക്കയുടെ ആ ഒരു നടത്താണെങ്കിലും സ്ലാങ് ഒക്കെ ആണെങ്കിലും. എന്റെ പൊന്നു മക്കളെ, നോ വേർഡ്സ്. അത്രയ്ക്ക് കിടില. ആ ഫൈറ്റ് സീൻസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ
പറയാതിരിക്കാൻ വയ്യ, ഫുൾ റൊമാൻസാണ്. അതുപോലെ തന്നെ നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ആ തിയേറ്ററിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, ആ ഒരു ഓളം ഉണ്ടല്ലോ, അത് വേറെ ലെവല് റൊമാൻസാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ പോലെ എത്ര തവണ ഞാൻ ഈ സിനിമ പോയി കാണുമെന്ന് എനിക്കൊരു പിടുത്തില്ല, അത്രയ്ക്ക് കിടലാണ്. മസ്റ്റായിട്ട് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് പോയി ടർബോ കാണാം. അത്രയ്ക്കും ഒരു കൊല്ലാക്കൊല്ലി മാസ് എന്റർടൈനർ മൂവിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. ഞാനിവിടെ വീഴുവാണ്, എന്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും കാണും.